ദാർവിഷിനെ കണ്ടത് ഫലൂദയിൽ വെച്ചായിരുന്നു. അങ്ങനെ കുറെ ഞാൻ കണ്ടൊക്കെ എല്ലാവരും. പക്ഷെങ്കില് ആരും അങ്ങനെ ഇഷ്ടമായിട്ടില്ല, റൈറ്റ് പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെങ്കില് ദാർവിഷിനെ കണ്ടപ്പോൾ ഒരു റൈറ്റ് പേഴ്സൺ ആയിട്ട് തോന്നി, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഇടയ്ക്ക് കാണും, ഇപ്പോൾ കല്യാണത്തിലേക്ക് എത്തി. എനിക്കാകെ അയ്യൂക്കിലായിരുന്നു. ഞങ്ങൾ വാ കല്യാണം നോക്കാം അങ്ങനെ വിളിച്ചു വരുത്തി. വന്ന് പെണ്ണ് കണ്ട് അത് ഫിക്സ് ആയി. binti Fatimah binari ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദാർവിഷിൻ്റെത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫാത്തി വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവള് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഷി വാസ് ഹാപ്പി. എന്താ പറയാ, പാർട്ട്ണറായ ഫാത്തിമ ലൈക്ക് നല്ല സ്വീറ്റ് ആണ് ആള്. വെരി സ്വീറ്റ്, സോ സ്വീറ്റ്. അങ്ങനെ ആ ഡേ എത്തി. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കല്യാണം എന്റെ നാളെ ഒരു 4 months ആയിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയാണ്. ഓരോ ദിവസം ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാതാണ് ഇത് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് സക്സസ്ഫുള്ളി അവൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തി ഭയങ്കര ഒരു പ്യോർ സോളാണ്. അവൾ ഭയങ്കര ഫാമിലി പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് പാച്ചു ഇത്രയും ഹേർട്ടാകുന്ന തന്നെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. ഫാത്തി ബെസ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഇങ്ങനെ ആരാ എന്താണെന്നൊന്നും ഉണ്ടാവില്ല. ചിരിച്ചോണ്ട് എല്ലാരോടും എന്താ പറയാ, പോകുന്നവരോടൊക്കെ ഉണ്ടാവും ഇങ്ങനെ എല്ലാരെയും മൈൻഡാക്കും, ചിരിച്ചാണ്. ലൈക്ക് അങ്ങനെയാണ്. ഭയങ്കര ഫ്രണ്ട്ലി നാച്ചുറാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി നാച്ചുറാണ്. എല്ലാവർക്കും എന്താ പറയാ വെൽക്കമിങ് ആയിരിക്കും. ഭയങ്കര നമുക്ക് വേഗം അപ്രോച്ച് ചെയ്യാൻ ആൾക്കാക്കാണ്. നമുക്കൊരു കല്യാണം കഴിച്ചു.
പാവം മോളെ, എന്താ പാവം, എന്താ പറയാ, പാവം മോളെ. ആ ചിരി കണ്ട എന്ത് എന്താ പറയാ, പാവം. ചിരി എല്ലാരും ഇവിടെ എല്ലാരും ഞാൻ എൻഗേജ്മെന്റിന്റെ അന്നാ ഫസ്റ്റ് കാണുന്നത്. നല്ലൊരു എന്താ പറയാ, ഇവളെ വാപ്പയും ഉമ്മയും നല്ല മാഷാള്ള നല്ലൊരു കപ്പിളാ, ഐഡൽ കപ്പിളാ. ഞങ്ങൾ എപ്പം പറയാം അവരെ ഐഡലൈസ് ചെയ്യണം, അതുപോലെ ആവണം. ഇൻഷാല്ലാ അതുപോലെ തന്നെ ആവട്ടെ. നല്ലൊരു മാരീഡ് ലൈഫിൽ ഞങ്ങൾ എന്താ പറയാ വിഷ് ചെയ്യുന്നു, ദ്വാരക്കുന്നു. तेरा जो थामा दिल का है ये परवाना, छूटे ना छूटे ना, बातों से जुड़ा नाता